കോൺഗ്രസ് വിട്ട ശേഷം കോൺഗ്രസ് നേതാക്കളുടെ നമ്പർ എന്താ ചെയ്തത്? അതായത് സാധാരണ ഈ ഒരു സ്റ്റാറ്റസ് വ്യൂവേഴ്സ് ആയിട്ട് അവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണുന്നു, ഇവരുടെ സ്റ്റാറ്റസ് നമ്മൾ അങ്ങനെ സ്റ്റാറ്റസ് വ്യൂവേഴ്സ് ആയിട്ട് മാത്രം മാറി. അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആദ്യത്തെ ഇലക്ഷന്റെ സമയത്തിന് ശേഷമൊക്കെ ഫോണിൽ 10,000-20,000 വാട്സാപ്പ് കോൺടാക്ട് ഉണ്ട്. അതും 2 ഫോണിലും സിങ്ക് ചെയ്യാതെ ഞാൻ കൊണ്ടു നടക്കുന്ന. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 40,000 വാട്സാപ്പ് നമ്പർ കയ്യിലുള്ള ഒരാളാണ് ഞാൻ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. മനുഷ്യരെ കാണുമ്പോൾ, ഞാൻ പരിചയപ്പെടുമ്പോൾ, അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആ നമ്പർ ഞാൻ സേവ് ചെയ്യും. കാരണം അടുത്ത തവണ അവർ വിളിക്കുമ്പോൾ നിങ്ങളെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ള ബഹുമാനം ഞാൻ അവർക്ക് കൊടുക്കും. അല്ലാതെ ആരാ എന്താ, ചിലരുണ്ട് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഹലോ ആരാ കോൺഗ്രസിൽ അതാണ്, ആരാന്ന് ചോദിക്കുമ്പോൾ നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ ആരാന്ന് ചോദിച്ചാലേ ഇവൻ നേതാവും അവൻ അണിയുമാവുള്ളൂ. ഈ മനോഭാവത്തിൽ പോകുന്ന ടീംസിനോട് ഒരുപക്ഷെ ആദ്യമായി പേരെടുത്ത് പറഞ്ഞതിൻ്റെ സന്തോഷം അന്ന് കോൺഗ്രസിലെ അണികൾ അനുഭവിച്ചത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആവർത്തിച്ച് ആവശ്യങ്ങൾക്ക് വിളിക്കും. ആ മനുഷ്യർ ഇപ്പോഴും ആവശ്യങ്ങൾക്ക് വിളിക്കുന്നത് എന്നെയാണ് എന്നുള്ളതിലുണ്ട് എൻ്റെ പൊളിറ്റിക്സ്. എന്നെ ആവശ്യങ്ങൾക്ക് വിളിച്ചിരുന്ന മനുഷ്യരിൽ കോൺഗ്രസ്സുകാരായിരുന്നതിൽ 99% ആളുകളും എന്നെ വിളിക്കാൻ, അത് ചിലപ്പോൾ മെഡിക്കലായിരിക്കാം ആവശ്യം, ഒരു ബാങ്കിലെ എന്തെങ്കിലും ലോണിൻ്റെ വിഷയത്തിൽ ഇടപെടാനായിരിക്കാം, പോലീസ് കേസായിരിക്കാം. സ്വാഭാവികമായിട്ടും ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളെന്നുള്ള രീതിയിൽ അതിന് വിളിക്കുന്നത് ഭരണത്തിൽ ഇരിക്കാത്തപ്പോഴും വിളിച്ചിട്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ രീതി. അത് ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ കൂടുതൽ തന്ത്രങ്ങൾ മനസ്സിലാക്കാനും കൂടി പറ്റുന്നു എന്നുള്ളതാണ്. ഇതോടെ സരിനെ ബ്ലോക്ക് ചെയ്യോ? എന്നെ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്തവരുണ്ടാകാം, പക്ഷെ കുറെ പേർക്കൊക്കെ കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പോഴും ഉണ്ടാകും. ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ച മനുഷ്യരവർ. ഞാൻ ആരാണെന്നറിയാതെ എവിടെയോ ഇരുന്ന് കോൺഗ്രസ്സുകാരൻ എന്നുള്ളതിൻ്റെ ഒരു രീതിക്ക് സപ്പോർട്ട് ചെയ്തു. അയാൾ പെട്ടെന്ന് അയാളുടെ നിലപാട് പറഞ്ഞ് പോകുമ്പോൾ അയാൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ആയിരിക്കും അവരുടെ കൺസേൺ. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരെന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. ആ പോകുന്നത് ആ പരിധി വിട്ട് പോകുന്ന ഒരു എന്താ പറയുക രീതിയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ശീലിച്ചു പോയി അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കാം. അത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളിലെ നിലവാര തകർച്ച, സകല മനുഷ്യരെയും തെറി വിളിക്കുക, സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് ഒരു മടിയില്ലാതിരിക്കുക, അതിന് സൈബർ കൊട്ടേഷൻ കൊടുക്കുക. അതൊക്കെയാണ് കോൺഗ്രസ് പുനരാലോചിക്കേണ്ടത്. അത് ചെയ്താൽ അവർക്ക് നല്ലത്.